മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ശിശുക്കൾക്കാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശിശു ചോദിക്കാൻ മടിയില്ലാത്തവനാണ്, ആശ്രയിക്കാൻ ലജ്ജയില്ലാത്തവനാണ്. പ്രായമല്ല ഒരുവനെ ശിശുവാക്കി തീർക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാൻ നിനക്ക് ലജ്ജയില്ല എങ്കിൽ, ദൈവത്തോട് ചോദിക്കാൻ നിനക്ക് മടിയില്ല എങ്കിൽ, നീ ഒരു ശിശു മനോഭാവമുള്ള വ്യക്തിയായി തീരും. നീ ദൈവത്തിരുമുമ്പിൽ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി തരുമെന്നാണ് വചനത്തിൽ നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശിശു മനോഭാവം നമുക്കുണ്ടോ? ദൈവത്തോട് എല്ലാം ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, ലോകത്തോടല്ല. ഇന്ന് നാം ചോദിക്കുന്നത് മുഴുവനും ലോകത്തോടാണ്. ലോകത്തിൽ നിന്ന് നമ്മളെ തൃപ്തിപ്പെടത്തക്ക വിധത്തിൽ യാതൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ദൈവത്തോട് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ലോകത്തിലല്ല, ലോകത്തിലുള്ള വ്യക്തികളിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് ദൈവം തരും. ഒരു ശിശുവിന് നാം എല്ലാം കൊടുക്കാറില്ല. ശിശുവിന് ആവശ്യമുള്ള സമയത്തെ നമ്മൾ നൽകാറുള്ളൂ. വാരി വലിച്ച് ശിശുവിന് നമ്മൾ ഒന്നും കൊടുക്കുകയില്ല. കൊടുത്തു കഴിഞ്ഞാൽ ആ ശിശുവിന് അത് അപകടമായി തീരുമെന്ന് നമുക്കറിയാം. എപ്പോഴും നമ്മൾ ശിശുവിന് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. ശിശുവിന് വിശക്കുമ്പോൾ ആ വിശപ്പിനനുസരിച്ച് ആവശ്യമുള്ളത്, അത് ആ കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്നത്, വലിയവർ കഴിക്കുന്നത് കുഞ്ഞിന് നമ്മൾ കൊടുക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെയാണ് ശിശു മനോഭാവം നീ സ്വീകരിച്ചാൽ നീ കർത്താവിനോട് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുകയും കർത്താവിൽ നീ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ നീ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള സമയത്ത് ദൈവം തരും. വാരി വലിച്ച് ദൈവം തരില്ല. നിനക്കാവശ്യമില്ലാത്തത് ദൈവം തരില്ല. നിന്റെ ജീവിതത്തെ തളർത്തിക്കളയുന്നത്, നിന്റെ ജീവിതത്തെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നത്, നിന്റെ ജീവിതത്തെ പാപ വഴികളിലേക്ക് നയിക്കുന്നത് ദൈവം നിനക്ക് തരില്ല. നിന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതും നിന്നെ ദൈവാനുഗ്രഹത്തിൽ നിലനിർത്തുന്നതുമായ കാര്യങ്ങൾ നിനക്ക് ദൈവം തരും. അത് ആവശ്യമുള്ള സമയത്ത് ദൈവം തരും. ഈ ഒരു വിശ്വാസമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയാൽ പോരെ? അത് കിട്ടും. ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടെല്ലാം ചോദിച്ച് ജീവിക്കുക. 28-ാമത് തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വചനത്തിൽ ഈശോ പറയുന്നില്ല നമ്മുടെ ഭാരങ്ങൾ മാറ്റാമെന്ന്, നമ്മുടെ അധ്വാനങ്ങൾ മാറ്റാമെന്ന്. അവിടുന്ന് പറയുന്നത് ആശ്വസിപ്പിക്കാമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനങ്ങൾ ഒരുപക്ഷെ മാറിയെന്ന് വരത്തില്ല, നമ്മുടെ ഭാരങ്ങൾ ഒരുപക്ഷെ മാറിയെന്ന് വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമായി ഈശോ കൂടെ ഉണ്ടാകുമെന്ന് വചനം ഉറപ്പ് നൽകുക. വാക്കിൽ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ, ആ ദൈവത്തോടെല്ലാം ചോദിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ, ആശ്വാസമായി അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അധ്വാനത്തിൽ അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. ഭാരം വഹിക്കുന്ന നിമിഷങ്ങളിൽ അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. ഹൃദയം നീറുന്ന നിമിഷങ്ങളിൽ അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. ആശ്വാസമല്ലേ നമുക്ക് പ്രധാനം? ഒരാശ്വാസ വാക്ക്, ഒരാശ്വാസ നോട്ടം, ഒരു ആശ്വാസ പ്രവൃത്തി, ഇതൊക്കെയല്ലേ നമ്മൾ ലോകത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് തരാൻ കഴിവുള്ളത് ദൈവം മാത്രമാണ്. ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം.
ഒരു ശിശുവിനെ പോലെ നമുക്കായിത്തീരാം. ശിശുവിനെ പോലെ ആയിത്തീർന്നാൽ എല്ലാം ചോദിക്കുകയും ദൈവത്തിലെല്ലാ പ്രത്യാശയും വെക്കുകയും ചെയ്താൽ വചനം പഠിപ്പിക്കുന്നു, നിനക്ക് ആവശ്യമുള്ളത് ദൈവം തരും, നിന്നെ ദൈവം ആശ്വസിപ്പിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മയും ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ അശുദ്ധിയും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.